ജെ ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്താണ് ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടത്. പരാതിയിൽ പോലീസ് കേസെടുത്തതിനു ശേഷവും അധിക്ഷേപം തുടരുന്നതായി ചൂണ്ടിക്കാട്ടി ഷൈൻ ടീച്ചർ സുജിത്തിന്റേതുൾപ്പെടെയുള്ള FB ലിങ്കുകൾ സൈബർ സെല്ലിന് കൈമാറി. അതേസമയം പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കെ ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജെ ഷൈൻ ടീച്ചറെയും KN ഉണ്ണികൃഷ്ണൻ MLA-യെയും മോശം ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ VS സുജിത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഈ ഷൈൻ ടീച്ചർ ഈ അധിക്ഷേപ പരാമർശങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ VS സുജിത്ത് ഇത്തരത്തിൽ അധിക്ഷേപകരമായ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ ഷൈൻ ടീച്ചർ തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഷൈൻ ടീച്ചർ പോലീസിന് കൈമാറുകയുണ്ടായി. ഈ സുജിത്തിൻ്റെ അടക്കം അധിക്ഷേപ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷൈൻ ടീച്ചർ കൂടുതൽ തെളിവുകൾ നൽകിയിരിക്കുന്നത്. സുജിത്തിൻ്റെ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലിങ്ക് അടക്കം ഷൈൻ ടീച്ചർ കൈമാറിയിട്ടുണ്ട്. ഷൈൻ ടീച്ചർ ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ നടപടിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുമ്പോഴും തനിക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ മോശം അധിക്ഷേപം ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിൽ ചില ലിങ്കുകൾ അയക്കുന്നു എന്നുള്ളതാണ് ഈ സൈബർ സെല്ലിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം പോലീസ് തുടരുകയാണ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ നടത്തിയ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചവർ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തേടിക്കൊണ്ട് ഫേസ്ബുക്കിൻ്റെ മാതൃ സ്ഥാപനമായ മെറ്റയ്ക്ക് ഒരു കത്ത് നൽകിയിരുന്നു. മെറ്റയിൽ നിന്നുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ കർശനമായ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഈ കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട KM ഷാജഹാനും ഗോപാലകൃഷ്ണനും ഈ രണ്ടുപേരുടെയും അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇവരെ കൂടാതെ ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകും എന്നുള്ള സൂചനയും പോലീസ് നൽകിയിരുന്നു. ഇത്തരം പരിശോധനകൾ പൂർത്തിയായാൽ ആരൊക്കെയാണോ ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ എഴുതി പ്രചരിപ്പിച്ചത് അവർക്കെതിരെയൊക്കെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. DYSP ജയകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മോശം പരാമർശം നടത്തിയ VS സുജിത്ത് അടക്കമുള്ളവർ ഈ പ്രതിപ്പട്ടികയിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ശരി, K ഉമേഷ് വിവരങ്ങൾ നൽകിയതാണ്.